2006 മുംബൈ സ്ഫോടന പരമ്പര കേസിലെ പ്രതികളെ വെറുതെ വിട്ട മുംബൈ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. മഹാരാഷ്ട്ര സർക്കാർ നൽകിയ അപ്പീലിലാണ് സ്റ്റേ. വിവരങ്ങളുമായി ഇപ്പോൾ CBC ജോസഫ് ചേരുന്നു. CB, കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്ര ഈ മുംബൈ ഹൈക്കോടതിയുടെ ഈ വിധി വരികയും ചെയ്തപ്പോൾ ഏതായാലും മഹാരാഷ്ട്ര സർക്കാർ നൽകിയ അപ്പീലിൽ ഈ വിധി സ്റ്റേ ചെയ്തിരിക്കുന്നു. എന്താണ് ഇത് സംബന്ധിച്ച മറ്റു വിവരങ്ങൾ? ബിജു, ഈ 2006 മുംബൈ സ്ഫോടന പരമ്പരയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 12 പ്രതികളെ വെറുതെ വിട്ട നടപടി മുംബൈ ഹൈക്കോടതി നടപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. ജസ്റ്റിസ് MM സുന്ദേഷ് അധ്യക്ഷനായ ബെഞ്ചിന്റെയാണ് വിധി. ഇതിൽ മഹാരാഷ്ട്ര സർക്കാർ നൽകിയ അപ്പീലിലാണ് ഈ ഒരു സുപ്രീം കോടതി സ്റ്റേ വന്നിരിക്കുന്നത്. 12 പ്രതികളെ ആണ് ഇപ്പോൾ വെറുതെ വിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് മുംബൈ ഹൈക്കോടതി ഈ 12 പ്രതികളിൽ അതിൽ 5 പേർക്ക് വധശിക്ഷയും 7 പേർക്ക് ജീവപര്യന്തം ശിക്ഷയും വിധിച്ചിരുന്നത്. ഇതിലാണ് ഇപ്പോൾ ഈ പ്രതികൾക്ക് ഇപ്പോൾ വെറുതെ വിട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ വെറുതെ വിട്ട നടപടി സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം, ഈ ഇവരുടെ വെറുതെ വിട്ട നടപടി സ്റ്റേ ചെയ്തെങ്കിലും ഇവർക്ക് ജയിലിൽ പോകേണ്ട കാര്യമില്ല എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവർക്ക് ജാമ്യത്തിൽ തുടരാൻ കഴിയും എന്നും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ 2026 ഈ മുംബൈ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് 12 പ്രതികളെ അന്ന് മുംബൈ ഹൈക്കോടതി വെറുതെ വിട്ടത് പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു. ഈ മുംബൈയിലെ അന്ന് 189 പേരാണ് ഈ ഒരു സ്ഫോടനങ്ങളിൽ വിവിധ ഇടങ്ങളിൽ, അതായത് മുംബൈയിലെ ലോക്കൽ ലൈനുകളിൽ 7 ബോംബുകൾ പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനങ്ങളിൽ 189 പേരാണ് കൊല്ലപ്പെട്ടത്. 820 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2015 സെപ്റ്റംബറിൽ മസ്കോക്ക പ്രത്യേക കോടതി ഇവർക്ക് ശിക്ഷ വിധിച്ചു. എന്നാൽ പ്രതികളുടെ അപ്പീലിൽ 6 മാസത്തിലേറെ വാദം കഴിഞ്ഞ ശേഷം മുംബൈ ഹൈക്കോടതിയാണ് ഈ പ്രതികളുടെ എല്ലാം നിലയും, അതായത് വധശിക്ഷയ്ക്ക് വെറുതെ വിട്ട പ്രതികൾ ഉൾപ്പെടെ എല്ലാം നിലയും വധശിക്ഷയ്ക്ക് ഉൾപ്പെടെ ഇവര് വിധിച്ചവരെല്ലാം നിലയും മുംബൈ ഹൈക്കോടതി വെറുതെ. ശരി, CBC ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മുംബൈ സ്ഫോടന കേസ് പ്രതികളെ വെറുതെ വിട്ട മുംബൈ ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. വിവരങ്ങളാണ് നൽകിയത്.